നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഒരാൾ സ്ഥിരമായി കിടക്കുന്ന സ്ഥലത്ത് മറ്റൊരാൾ കിടക്കുന്നത് കണ്ടാൽ ആർക്കായാലും ദേഷ്യം വരും. അങ്ങനെ ഉടലെടുത്ത ഒരു ചെറിയ പ്രശ്നം അവസാനം വാക്കേറ്റമായി, കയ്യാങ്കളിയായി, അവസാനം ഒരാളുടെ മരണത്തിലാണ് ആ പ്രശ്നം അവസാനിച്ചത്. ദുബായിലാണ് ഈ സംഭവം നടന്നത്. കിടക്കുന്ന സ്ഥലത്തിന്റെ പേരിലുണ്ടായ പ്രശ്നമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് ഉറപ്പായി കഴിഞ്ഞു. മാത്രമല്ല, മദ്യലഹരിയിലായിരുന്നു പ്രതി കുറ്റം ചെയ്തതെന്നും വ്യക്തമാകുന്നു. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക്. ഉറങ്ങുന്ന സ്ഥലത്തിന്റെ പേരിലുണ്ടായ തർക്കത്തിൽ ഇന്ത്യക്കാരനായ യുവാവ് മറ്റൊരു ഇന്ത്യൻ യുവാവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസ് ദുബായ് പ്രാഥമിക കോടതിയുടെ പരിഗണനയിലാണ് ഇപ്പോൾ ഉള്ളത്. യാർഡിൽ ഇവർ കിടക്കുന്ന സ്ഥലത്തിന്റെ പേരിലുണ്ടായ പ്രശ്നമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പറയപ്പെടുന്നത്. മദ്യലഹരിയിലാണ് പ്രതി കുറ്റം ചെയ്തതെന്നാണ് കോടതി രേഖകൾ പറയുന്നത്. കൊല്ലപ്പെട്ട വ്യക്തിയുടെ ശരീരത്തിൽ നിറയെ അടിയേറ്റതിന്റെ ക്ഷതമുണ്ടെന്ന് പ്രോസിക്യൂഷൻ രേഖകളും വ്യക്തമാകുന്നു. ഈ മർദ്ദനമാണ് മരണത്തിന് കാരണമായതെന്നും കണക്കാക്കുകയാണ്. ഓഗസ്റ്റ് 18-ന് അൽഗൂസ് വ്യവസായ മേഖലയ്ക്ക് സമീപത്തെ ഒരു മാളിന് പിന്നിലുള്ള യാർഡിലാണ് മൃതദേഹം കണ്ടെത്തിയതെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഞങ്ങൾ സംഭവസ്ഥലം സന്ദർശിക്കുകയും സെക്യൂരിറ്റിയോട് സംസാരിക്കുകയും ചെയ്തു. രാവിലെ ഒരു കാറിന് സമീപമാണ് മൃതദേഹം കണ്ടെത്തിയതെന്നാണ് സെക്യൂരിറ്റി പറഞ്ഞതെന്നും പോലീസ് വ്യക്തമാക്കി. സംഭവത്തിൽ അന്വേഷണം നടത്തിയ ശേഷമാണ് പ്രതിയെ പിടികൂടിയത്. ഇയാളെ അറസ്റ്റ് ചെയ്ത് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന് കൈമാറുകയും ചെയ്തു കഴിഞ്ഞു. ചോദ്യം ചെയ്യലിൽ പ്രതിയായ ഇന്ത്യക്കാരൻ കുറ്റം സമ്മതിക്കുകയും നടന്ന കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. ആയുധങ്ങൾ ഒന്നും ഉപയോഗിക്കാതെ കൈകൊണ്ട് മാത്രമാണ് മർദ്ദിച്ചതെന്നും സംഭവ സ്ഥലത്ത് CCTV ക്യാമറയോ ദൃക്സാക്ഷികളോ ഉണ്ടായിരുന്നില്ല എന്നും അർദ്ധരാത്രിയിലാണ് സംഭവം ഉണ്ടായതെന്നും പ്രതി പറഞ്ഞു. സംഭവം നടന്ന അന്ന് രാത്രി പ്രതി യാർഡിൽ ഉറങ്ങുകയായിരുന്നു. പെട്ടെന്ന് എഴുന്നേറ്റപ്പോൾ ഇരയായ വ്യക്തി അടുത്ത് കിടക്കുന്നത് കണ്ടു. ഞാൻ കിടക്കുന്നതിന്റെ അടുത്ത് കിടക്കരുത് എന്ന് ആ വ്യക്തിയോട് ഇയാൾ നിരന്തരം പറയുമായിരുന്നു. ഇതിൽ ക്ഷുഭിതനായ പ്രതി ഇന്ത്യക്കാരനെ മർദ്ദിക്കുകയായിരുന്നെന്നാണ് പോലീസ് പറയുന്നത്. ഇരയായ വ്യക്തിയെ മർദ്ദിക്കുകയും തൊഴിക്കുകയും ചെയ്തിരുന്നുവെന്ന് പ്രതി സമ്മതിക്കുകയും ചെയ്തു. പിന്നീട് പ്രതി പിക്കപ്പ് ട്രക്കിൽ പോയി കിടക്കുകയായിരുന്നു. രാവിലെ എഴുന്നേറ്റപ്പോൾ മറ്റു ജോലിക്കാർ എല്ലാവരും ഇരയായ വ്യക്തിക്ക് ചുറ്റും കൂടി നിൽക്കുകയായിരുന്നു. അയാൾ മരിച്ചുവെന്ന് മനസ്സിലാക്കിയ പ്രതി ഉടനെ അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടിയല്ല മർദ്ദിച്ചതെന്ന് പ്രതി പറഞ്ഞു. താൻ ഉറങ്ങുന്ന സ്ഥലത്ത് കിടന്നതിന്റെ ദേഷ്യത്തിൽ ചെയ്തതാണെന്നും ഇയാൾ പറഞ്ഞു. കൊല്ലപ്പെട്ട വ്യക്തിയുടെ മുഖത്തും നെഞ്ചിലും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും മർദ്ദനമേറ്റതിന്റെ പാടുകളുണ്ടെന്ന് ഫോറൻസിക് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. പ്രതിക്കുള്ള ശിക്ഷ ഈ മാസം 28-ന് കോടതി വിധിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും മദ്യലഹരിയിൽ ഇന്ത്യക്കാരനെ അടിച്ചുകൊന്ന ഈ സംഭവമാണ് ഇപ്പോൾ പ്രവാസ ലോകത്ത് ചർച്ചയായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.